ഉണ്ണിയപ്പം ഇല്ലാതെ എന്ത് ഓണമല്ലേ. ഈ ഓണത്തിന് സോഫ്റ്റായുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ പച്ചരി 1 കിലോ ആണ് എടുത്തത്. പച്ചവെള്ളത്തിൽ 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണേ. ഇനി നമുക്ക് വേണ്ടത് 750 ശർക്കരയാണ്. ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉരുക്കിയ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് പച്ചരി അരച്ചെടുക്കുന്നത്. ഏലക്ക ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചെറുപായ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചെറുപായ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉണ്ണിയപ്പത്തിന് നല്ല രുചി നൽകും. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ആവശ്യത്തിന് മൈദ, ഉപ്പ്, അപ്പക്കാരം കൂടെ ചേർത്ത് മാവ് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കറുത്തെള്ളാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് നന്നായി തിളച്ച് വരുന്ന സമയം നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഉണ്ണിയപ്പം ലവേഴ്സ് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലെയുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആയിഷ വ്ളോഗ്സ് പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.